هل كل من وقع في الشرك يطلق عليه كافر؟ ومتى يعذر بالجهل ومتى لا يعذر بالجهل؟ من وقع في الشرك الأكبر، الشرك على نوعين: شرك أكبر كدعاء غير الله والاستغاثة بغير الله والذبح لغير الله وغير ذلك من أنواع العبادة، إذا صرف منها شيئا لغير الله هذا شرك أكبر، من فعله فإنه يكون كافرا، يكون مشركا، وكل مشرك كافر، كل مشرك فإنه كافر خارج من الملة. أما الشرك الأصغر كالحلف بغير الله وقول ما شاء الله وشئت ويسير الرياء فهذا شرك أصغر لا يخرج من الملة، لكنه خطير جدا، وهو من أكبر الكبائر، لكنه لا يخرج من الملة. ومن تاب الله عليه، من تاب من الشرك الأكبر أو تاب من الشرك الأصغر أو تاب من غير ذلك من جميع الذنوب فإن الله يتوب عليه. أما الجهل فلا يعذر بالجهل إلا من كان منقطعا عن العالم، لا يصل إليه خبر ولا يسمع شيء، منعزل عن العالم في قطعة من الأرض لا يصل إليها خبر، ولم يعلم ببعثة النبي صلى الله عليه وسلم، ولم يبلغه شيء عن الإسلام أبدا، هذا يعذر بالجهل. أما من كان يعيش في بلاد المسلمين وبين المسلمين أو يعيش في بلاد الكفار وهو يسمع القرآن ويسمع الأحاديث ويحضر الندوات والدروس عند العلماء ويستمر على الشرك فهذا ليس بمعذور، لأنه بلغته الحجة، لأنه بلغته الدعوة وقامت عليه الحجة. قال الله تعالى: وأوحي إلي هذا القرآن لينذركم به ومن بلغ، فمن بلغه القرآن قامت عليه الحجة ولا يعذر بالجهل. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ഞാൻ തൊട്ടുമേലെ പോസിയിട്ടുള്ളത് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല ഒരു ചോദ്യത്തിന് നൽകിയിട്ടുള്ള മറുപടിയാണ്. ചോദ്യം എന്താണെന്നറിയോ? വഹൽ കുല്ലു മൻ വഖഅ ഫി ശിർകി യുത്ലഖു അലൈഹിൽ കാഫിർ. ശിർക്കിൽ ചെന്ന് വീണുപോയവരൊക്കെ, അവരെക്കുറിച്ചൊക്കെ നമുക്ക് കാഫിർ എന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാ. വമതാ യുഅ്ദറു ബിൽ ജഹിൽ, ഒരാൾക്ക് വിവരമില്ലായ്മയുടെ ഒഴിവ് കഴിവ് നൽകപ്പെടുന്നത് എപ്പോഴാണ്? വമതാ ലാ യുഅ്ദറു ബിൽ ജഹിൽ, എപ്പോഴാണ് ഒരാൾക്ക് വിവരമില്ലായ്മയുടെ ഒഴിവ് കഴിവ് നൽകപ്പെടാതിരിക്കുക? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല നൽകിയിട്ടുള്ള മറുപടി എന്താ? ഞാനത് വായിച്ച് അർത്ഥം പറയാൻ പോവുകയാണ്. മുകളിലുള്ള ആ വോയിസുകൾ നിങ്ങൾ അറബിയിലുള്ളത് ശരിക്കും കേൾക്കുക. അറബി അറിയാവുന്നവരായ ആളുകളൊക്കെ അത് കേൾക്കണം. കാരണം ഇവിടെ യാസിർ ബിൻ ഹംസയെ പോലെയുള്ള ആളുകൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന കുതന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ യാസിർ ബിൻ ഹംസ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പക്കാ ശിർക്കും കുഫറും ചെയ്യുന്നവരായ ആളുകൾ. ഈ ലോകം നിയന്ത്രിക്കുന്നത് മടവൂരിൽ മറമാടപ്പെട്ട് കിടക്കുന്ന അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗിയാണെന്ന് വിശ്വസിക്കുന്നവരാണ് കേരളത്തിലെ സമസ്തക്കാർ. മക്കയിലെ മുശ്രിക്ക് പോലും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. മൻ യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാന്ന് അവരോട് ചോദിച്ചാൽ ഓരെന്താ പറയാ? അല്ല മാത്രമാകുന്നു എന്ന് അവർ പറയാം. കേരളത്തിലെ സമസ്തക്കാരോട് പറഞ്ഞാലോ, ഇപ്പോൾ അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഊരിൽ മറമാടപ്പെട്ട് കിടക്കുന്ന മാനസിക രോഗിയാണ് എന്ന് അവർ പറയും. പിന്നെ കുറച്ച് മുമ്പത്തെ ആൾക്കാരോട് ചോദിച്ചാലോ, അത് ചിലപ്പോൾ കുത്തുബുൽ ആലം മമ്പുറം തങ്ങളാണെന്ന് പറയും. ഓരോരോ ആൾക്കാർ കാലം അനുസരിച്ച് ആണ് ഇതിന് സംഭവിക്കുക. കുത്തുബുൽ ആലമാണ് കുറെ കാലം നയിച്ചത്. പിന്നെ മൊയ്തീൻ ശൈഖിന്റെ കാലത്ത് മൊയ്തീൻ ശൈഖിന്റെ കയ്യിലായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. കുത്തുബാണ് മൂപ്പരെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പോലും ഇല്ലാത്ത വിശ്വാസമാണ് നമ്മുടെ കേരളത്തിലെ സമസ്തക്കാര് സൂഫികൾ ലോകത്ത് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. എല്ലാ സൂഫികളുടെ അല്ലട്ടോ. ഈ വിശ്വാസമുള്ളവരായ ആളുകളൊക്കെ ഉദുറുള്ളവരാണ് എന്നാണ് ആര് പറയുന്നത്? യാസിർ ബിൻ ഹംസ പറയുന്നത്. അതേപോലെ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊക്കെയും ഉദുറുണ്ട്. അവരെക്കുറിച്ച് നമ്മൾ കാഫിർ എന്ന് പറയാൻ പാടില്ല. അവരെ നമ്മൾ മുസ്ലിമീങ്ങളായി തന്നെ പരിഗണിക്കണം. അവരെ പിന്നിൽ നമ്മൾ നിസ്കരിക്കണം.
അവരെ പിന്നിൽ പോയി നിസ്കരിക്കൽ നിർബന്ധമാണ്. വേറെ പള്ളികളും വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല എങ്കിൽ അവിടെ പോയി നിസ്കരിക്കൽ നമുക്ക് നിർബന്ധമാണ്. കാരണം മുൻഗാമികളായ ആളുകളൊക്കെ, അതായത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഏറ്റവും വലിയ ബിദ്അത്തിന്റെ ആളുകളായ ജഹ്മികളുടെ പിന്നിൽ നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ പറഞ്ഞുകൊണ്ട് കുഫ്രിയത്തിനെയും ശിർക്കിനെയും ഖുറാഫാത്തിനെയും വെളുപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നമാണ് നമ്മുടെ യാസിർ ബിൻ ഹംസ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം സ്വയം ഇരുന്ന കൊമ്പ് മുറിച്ചിരിക്കുന്നു. അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ കൊണ്ട് സംഭവിക്കാൻ പോകുന്ന ഗുരുതരമായ വിപത്തുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് യാതൊരു ബോധവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസ്ഡം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഓഫീസിലെ തൂപ്പുകാരന്റെ ജോലിയാണ് ഇപ്പോൾ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അനന്തരഫലം ഇൻഷാ അല്ലാഹ് മൂപ്പര് അനുഭവിക്കേണ്ടി വരും. യാതൊരു സംശയക്കാര്യത്തില്ല. ദുനിയാവിലും ആഖിറത്തിലും അനുഭവിക്കേണ്ടി വരും. കാരണം ഇത്രയും വലിയ ഒരു സംവിധാനത്തെ ഇത്രയും ഗുരുതരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ സംസാരങ്ങൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതുകൊണ്ട് വലാലത്തിലാകുന്നവരായ ആളുകളുടെ മുഴുവൻ വലാലത്തിൻ്റെയും ഉത്തരവാദിത്വം യാസിർ ബിൻ ഹംസയുടെ തലയിൽ കയറാൻ പോവാണ്. അത് ചില്ലറ കാര്യമൊന്നുമല്ല. നമ്മളൊരു കാര്യം മിണ്ടാതിരുന്നാൽ ഇത്ര പ്രശ്നമില്ല, മനസ്സിലേ. ഇത്രയും കാര്യങ്ങൾ വലാലത്തുകൾ ലോകത്ത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ആപത്ത് എത്രയാണ്. ഓരോ തെറ്റുകാരനും ആ തെറ്റിന്റെ ഫലം യാസിർ ബിൻ ഹംസന്റെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പോകൂലേ? അദ്ദേഹത്തിന് ആ ധാരണയൊന്നുമില്ല. മൂപ്പർക്ക് എങ്ങനെയെങ്കിലും മൂപ്പര് വിചാരിച്ച കാര്യത്തെ ന്യായീകരിച്ചൊപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരു ഇബാറത്ത്, എവിടെന്നെങ്കിലും ഒരു ഫത്വ, ഇതാണ് മൂപ്പര് തെളിവിന്റെ കോലം. ഇദ്ദേഹത്തെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇനി യാസിർ ബിൻ ഹംസന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ വിസ്തക്കാരന്റെ കഥയും വളരെ കട്ടപ്പുകയാണ്. ഞങ്ങളാണ് യഥാർത്ഥ തൗഹീദിന്റെ ആൾക്കാർ, യഥാർത്ഥ തൗഹീദ് കേരളത്തിൽ പ്രബോധനം ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് വാദിച്ചുകൊണ്ട് KNMന്റെ മേലിൽ മേൽക്കൈ നേടാൻ വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങൾ, ഫൈസൽ മുസ്ലിയാരവ കുറെ മുഖാമുഖ നാടകങ്ങളൊക്കെ നടത്തിയിട്ട് ഞങ്ങളാണ് യഥാർത്ഥ ദഅവത്തിന്റെ ആളുകൾ എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടത്തുകയും മറുഭാഗത്ത് ഈ പറയുന്ന സംഘടനാ താല്പര്യത്തിന്റെ പേരിൽ എല്ലാ ആദർശവും മറക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായി ഇവർ മാറിയിട്ടുണ്ട്. KNMനേക്കാളും അധപ്പതിച്ചൊരു വർഗമാണ് സത്യത്തിൽ ആദർശപരമായ വിഷയത്തിൽ, സംഘടനാപരമായ വിഷയത്തിൽ ഈ വിസ്റ്റക്കാരനകപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. അതിൻ്റെ ഏകദേശം ഒരു 80-85% ആളുകളൊക്കെ ഇവർ യഥാർത്ഥ ദഅവത്തിന്റെ ആളുകളാണ് എന്ന നിലക്ക് ആ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നവരാണ്. അവർക്ക് മാറി ചിന്തിക്കുവാൻ സമയമായിട്ടുണ്ട് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഈ വാദങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഈ തൗഹീദിനെതിരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ മഹത്തായ സന്ദേശങ്ങൾക്ക് എതിരെ കുഫറിനോടും ശിർക്കിനോടും ബാന്ധവം കാണിക്കുകയും അതിനോട് ബറാത്ത് കാണിക്കേണ്ടവരായ ആൾക്കാർ 100% വലാഗ് കാണിക്കുകയും അങ്ങനെ വലാഗ് കാണിക്കുന്നതിന് വേണ്ടി ദുർവ്യാഖ്യാനങ്ങൾ നടത്തുകയും ചെയ്യുന്നതൊന്നും നിങ്ങൾ കാണുന്നില്ലേ സഹോദരന്മാരെ? നിങ്ങളെ എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കും വേണ്ടേ ഒരു ബോധം? അതുകൊണ്ട് ഈ മാസപ്പിറവി ചർച്ച എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ദിശയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇവിടേക്ക് എത്തണമെന്ന് ഞാൻ പണ്ടേ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് വഴി തുറന്നത് നമ്മുടെ പിലാച്ചേരി അബൂബക്കർ സാഹിബാണ്. അദ്ദേഹത്തിന് ഞാനൊരു വലിയ നന്ദി പറയാണ്. കാരണം ഇഖ്റ ഗ്രൂപ്പിൽ വളരെ നല്ല നിലക്ക് ഡിബേറ്റ് നടന്നു പോകുന്നതിനിടയിലാണ് കഴിഞ്ഞ പെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച പിലാച്ചേരി അബൂബക്കർ തുടങ്ങി വെച്ചത്. ഏതായിരുന്നു അൽഹംദുലില്ലാഹ്, കേവലം ഒരു മാസപ്പിറവി ചർച്ചയിൽ ഒതുങ്ങിയില്ല. അത് ഇസ്ലാമിന്റെ ഏറ്റവും മൗലിക പ്രധാനമായ വിഷയങ്ങളിലേക്ക് ചർച്ച പോവുകയും അത്തരമൊരു വിഷയത്തിൽ ഇവിടുത്തെ വിസ്തക്കാരന്റെ നിലപാട് എന്താണ് എന്ന് പൊളിച്ചെഴുതപ്പെടുകയും ചെയ്തു. ഇവിടുത്തെ ഏറ്റവും വലിയ ശൈഖായി അവതരിപ്പിച്ചിട്ടുള്ള യാസിർ ബിൻ ഹംസയുടെ നിലപാടിന്റെ അർത്ഥശൂന്യതയും അതിന്റെ അത് കേവലം ഒരു പട്ടപൂജ്യമാണ് എന്നുള്ള കാര്യവും ഇവിടെ വ്യക്തമായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖമൂടി സത്യത്തിൽ വലിഞ്ഞു കീറി എന്നതാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനി അവിടെ വേറെ ഒരു വിഭാഗം ആളുകളുണ്ട്. ആ വിഭാഗം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തക്ഫീരികൾ എന്ന് അറിയപ്പെടുന്ന വിഭാഗമാണ്. അതായത് ആ കൂട്ടത്തിൽ മുഹ്സിൻ ഐദീദ്, നിയാഫ് ബിൻ ഖാലിദ്, സാജിദ് ബിൻ ഷെരീഫ്, ഹംറാസ് ബിൻ ഹാരിസ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ, ഞങ്ങളാണ് ഏറ്റവും ദുനിയാവിലെ ഏറ്റവും വലിയ ദാഴിമാർ, ഞങ്ങളല്ലാത്തവരൊക്കെ പിഴച്ചവരും കുറ്റക്കാരും മോശക്കാരുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിബറിന്റെയും അഹങ്കാരത്തിന്റെയും തലതൊട്ടപ്പന്മാരായി വാഴുന്ന ഈ ആളുകൾ, ഇവരുടെ മുഖമൂടിയും ഇവിടെ അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഈ മാസപ്പിറവി ചർച്ച, ഈ തക്ഫീറിന്റെ ചർച്ച ഇവിടെ വന്നതോടുകൂടി അവരുടെ മുഖമൂടിയും ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നു. ഇവർ ഏറ്റവും വലിയ ഫിത്തനക്കാരാണ്.
ഇപ്പോൾ വിസ്ഡക്കാരായ ആളുകൾ കൊള്ളരുതാത്തവരാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവര് ഗൾഫിലുള്ള ചില ശൈഖന്മാരെ പിടികൂടി. ആ ശൈഖന്മാരിൽ ഒരാളാണ് അബ്ദുൽ അസീസ് റൈസ് ബിൻ റൈസ് എന്ന് പറയുന്ന ഒരു ദാഴിയാണ്, പ്രമുഖനായ ഒരു ദാഴിയാണ്. അദ്ദേഹമാണ് ഇവരുടെ ഏറ്റവും വലിയ ശൈഖായിട്ട് ഇവർ കൊണ്ടു നടക്കുന്നത്. ആ ശൈഖിന്റെ അടുത്ത് പോയിട്ട് ഇവര് പല ആദി കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഇവിടുത്തെ വിസ്ഡക്കാരെ പറ്റി പറഞ്ഞു കൊടുത്തു. വിസ്ഡക്കാരെ പറ്റി വലിയ കുറ്റപത്രങ്ങൾ ഇവർ തന്നെയാണ് പറഞ്ഞതെന്നാണ് മനസ്സിലാകുന്നത്. അത് അബ്ദുൽ അസീസ് റൈസ് നമ്മളെ ചില ഇഹ്വാനികൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ കൂട്ടരെ പറ്റിയാകുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരുടെ പല ആളുകളുടെയും സംസാരത്തിലൂടെ അത് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ വിസ്ഡക്കാർ കൊള്ളരുതാത്തവരാകുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് വിസ്ഡക്കാരുടെ വലാവ് ബറാവ് വിഷയത്തിലുള്ള പോരായ്മകൾ അവര് ഷെയ്ഖ് റൈസിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. അതായത് ഇവിടുത്തെ വിസ്ഡക്കാര് ഇവിടുത്തെ പക്ക കാഫിര്യങ്ങളായ ആളുകളോട് വലിയ വലാവ് പുലർത്തുന്നവരാകുന്നു, അത് അഖീദാപരമായ വിഷയത്തിൽ വളരെ കടന്ന കൈയാകുന്നു എന്നുള്ള പ്രചരണം അവിടെ പോയി കൊണ്ടുപോയി കൊടുക്കുകയും അതിന് ഇവര് കൊടുത്തിട്ട് ഈ ആരോപണത്തിന് മറുപടി ആയിക്കൊണ്ട് ഈ പറയുന്ന വിസ്ഡക്കാർ എഴുതിയിട്ടുള്ള കത്ത് വായിച്ചുകൊണ്ട് അബ്ദുൽ അസീസ് റൈസ് തന്നെ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് കാര്യമായ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്, വലാവ് ബറാഇന്റെ വിഷയത്തിൽ നിങ്ങൾ ഗുരുതരമായ പിഴവിലാകുന്നു എന്ന് വിധി എഴുതി കൊടുത്തു. ആർക്ക് വേണ്ടിയിട്ട്? ഈ പറയുന്ന തക്ഫീരി സംഘങ്ങൾ കൊടുത്തിട്ടുള്ള നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വിസ്ഡക്കാർക്ക് എതിരെ ഈ പറഞ്ഞ വർത്താനം പറഞ്ഞത്. മാത്രമല്ല ഷയലാൻ അടക്കമുള്ള ആൾക്കാർ, അബ്ദുൽ അസീസ് റൈസും അതേപോലെ തന്നെ മുഹമ്മദ് ഷയലാൻ ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ള ആളാണ്. അതായത് വിസ്ഡക്കാരുമായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഉള്ള വ്യക്തിയാണ്. ഈ രണ്ട് വ്യക്തികൾക്കും വിസ്ഡക്കാരെ സംബന്ധിച്ച് അവർ അഖീദ വിഷയത്തിൽ വലിയ പിഴവ് സംഭവിച്ചവരാകുന്നു എന്ന ധാരണ ഉണ്ടാക്കി കൊടുത്തത് ആരാന്നറിയോ? ഈ പറയുന്ന തക്ഫീരി സംഘത്തിന്റെ ആളുകളാണ്. മനസ്സിലായില്ലേ? ആ പണിയാണ്, ആ കുതന്ത്രപ്പണി ഇവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ണ് കണ്ടവരെ മുഴുവനും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് അബ്ദുറൌഫ് നദ്വിക്കെതിരെയും എന്നെക്കുറിച്ചും ശംസുദ്ദീൻ പാലത്തിനെതിരെയും ഈ തോന്നിവാസികൾ പല കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചത്. ഞങ്ങള് പ്രഭാഷണങ്ങൾ കേൾക്കാൻ പാടില്ല, ക്ലാസ്സുകൾ കേൾക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച്. എന്റെ കാരണം എന്താണ്? ഞങ്ങൾ ഇവിടുത്തെ ഒരു കാലിയെ കാഫറാക്കി കളഞ്ഞു എന്നാണ് പരാതി. മനസ്സിലേ? കേരളത്തിലെ മാസപ്പൊറിവ് ഉറപ്പിക്കുന്ന ഒരു കാലിയെ സംബന്ധിച്ച് കാഫറാകുന്നു എന്ന് അബ്ദുറൌഫ് നദ്വി പറഞ്ഞു കളഞ്ഞു, അത് അഖീദക്ക് എതിരാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുതൂഹലം ഉണ്ടാക്കിയ ആളാണ് അബ്ദുൽ മുഹ്സിൻ ഐദീദും അദ്ദേഹത്തെ താങ്ങി നടക്കുന്നവരായ ആളുകളും. അതാണ് ഇവിടെ പൊളിഞ്ഞു വാപ്പറായിട്ടുള്ളത്. അതായത് പച്ചക്കാഫര്യങ്ങളോട് വലാവ് പുലർത്തുന്നവരാണ് വിസ്ഡക്കാര് എന്ന് പറഞ്ഞ് വിസ്ഡക്കാരെ ഗൾഫ് മേഖലയിൽ നിന്നും അട്ടിപ്പായിക്കാൻ വേണ്ടി ആ ശ്രമം നടത്തിയിട്ടുള്ള അതേ വ്യക്തികൾ തന്നെ അബ്ദുറൌഫ് നദ്വിക്കെതിരെ ആരോപിക്കുന്ന ആരോപണം എന്താണ്? ഈ ഇവിടുത്തെ കാളിമാരെ കാഫറാക്കി കളഞ്ഞു. അപ്പോൾ ഖാലിമാർ ഇവരെ വിശ്വാസപ്രകാരം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ദുആ ചെയ്യുന്ന സകല ആളുകളും എന്താണ്? പൊതു മുസ്ലിമീങ്ങൾ തന്നെയാണ്, അവരെ ഖലാ അംഗീകരിക്കണം എന്ന നിലപാടാണ് ഈ പറഞ്ഞ ആൾക്കാർക്കുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? ഈ മുഖമൂടിയാണ് ഇവിടെ കീറി എറിഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ്, ഈ പറയുന്ന മുക്കൂട്ട് മുന്നണിയുടെ ഈ കുതന്ത്രപ്പണികൾ ഇവിടെ ശരിക്കും അഴിഞ്ഞു വീണിരിക്കുന്നു. ഈ ചർച്ച കൊണ്ടുണ്ടായ മെച്ചാണ് അതൊക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ തുറന്നു കാണിക്കാൻ വേണ്ടി ചില അവസരങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പല ആളുകളുടെയും മുഖമൂടി പിച്ചു ചീന്തുന്നതിന് വേണ്ടി, സ്വയം അഴിഞ്ഞു വീഴുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു ഖലാഇന്റെ ഭാഗമായിട്ടാണ് ഈ ചർച്ച ഇവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ചർച്ച മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മാതിരി ബാത്തിലിന്റെ ആളുകളുടെ മുഴുവനും അവരുടെ മുഖമൂടി ഇവിടെ അഴിഞ്ഞു വീഴുക തന്നെ ചെയ്യും. ജനങ്ങൾ ഇവിടെ മനസ്സിലാക്കുക തന്നെ ചെയ്യും. കണ്ടല്ലോ നിങ്ങൾ? ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ യഥാർത്ഥത്തിൽ പ്രതികളായി. ഈ ഒരൊറ്റ ചർച്ച വന്നതോടുകൂടി പ്രതികളായി മാറിയിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഉള്ള അഭിപ്രായം എന്താണ്? ഉദുറും ബിൽ ജഹിലുണ്ട്. ആർക്ക്? നമ്മുടെ നാട്ടിലെ പക്കാ ഖുറാഫികൾക്ക്, ഉലൂഹിയത്തിലും റുബൂബിയത്തിലും ശിർക്ക് വെച്ച് പുലർത്തുന്നവരായ ആളുകൾക്ക് ഉദുറുണ്ട്. അവർ യഥാർത്ഥ മുസ്ലിമീങ്ങൾ തന്നെയാണ്, അവർ തുറന്ന് നിസ്കരിക്കേണ്ടതാണ് എന്ന ആശയമാണ് അബ്ദുൽ മുഹ്സിൻ ഐദീദിനുള്ളത്. അതേ ആശയം തന്നെയാണ് ഇപ്പൊ യാസിർ ബിൻ ഹംസക്കുള്ളത്. അതേ ആശയം തന്നെയാണ് നമ്മുടെ വിസ്ഡക്കാർക്ക് ഉള്ളത്. എല്ലാം ഒന്നാണ്. ഒരേ ചെമ്പിൽ വേവിച്ചിട്ടുള്ള ഒരേ സാധനമാകുന്നു ഇതൊക്കെ എന്നുള്ള ഈ വിഷയത്തിൽ ഇവിടെ നമുക്ക് വ്യക്തമായി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് സാലിഹ് ഫൗസാൻ ഹഫിളുല്ലാഹ് പറയുന്നത്? ആർക്കാണ് ഉദറുള്ളത്, ആർക്കാ ഉദറില്ലാത്തത്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഷെയ്ഖ് അവர்களுള്ള ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. വഹൽ കുല്ലു മൻ വഖഅ ഫി ശിർകി യുത്ലഖു അലൈഹിൽ കാഫിർ. ശിർക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ ഓരോരുത്തരെ കുറിച്ചും കാഫിർ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബിൽ ജഹിൽ. ഒരാൾക്ക് ജഹിലിന്റെ ഉദർ, വിവരമില്ലായ്മയുടെ ഉദർ എപ്പോഴാണ് കിട്ടുക? ബിൽ ജഹിൽ. എപ്പോഴാണ് ജഹിലിന്റെ ഉദറുകൾക്ക് കിട്ടാതിരിക്കുക എന്നുള്ള.
അതിന് ശൈഖിന്റെ മറുപടി വമൻ വഖഅ ഫി ശിർക്കിൽ അക്ബർ, വല്ലവനും കൊടിയ ശിർക്കിൽ വലിയ ശിർക്കിൽ ചെന്ന് പോയി പതിച്ചാൽ. എന്നിട്ട് പറയുന്നു അശ്ശിർക്കു അലാ നൗഐൻ, ശിർക്ക് 2 തരമുണ്ട്. അതിൽ ഒന്നാമത്തെ ശിർക്ക് അക്ബർ ആണ്, കൊടിയ ശിർക്കാണ്. ഏതുപോലെ കദ്ദുആഇ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തുക. വൽ ഇസ്തിഗാസതു ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരോട് സഹായാർത്ഥന നടത്തുക. വദബ്ഹു ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കുക. വഗൈരി ദാലിക മിൻ അൻവാഇൽ ഇബാദ, ഇബാദത്തിന്റെ അതേപോലെയുള്ള ഇനങ്ങൾ ഒക്കെയും അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുക. അങ്ങനെ ഇദാ സറഫ മിൻഹാ ശൈഅൻ ലിഗൈരില്ലാഹ്, ഇബാദത്തിൽപ്പെട്ട ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സംഗതിയെ അല്ലാഹു അല്ലാത്തവർക്ക് ഒരാൾക്ക് തിരിച്ചുവിട്ടാൽ ഫഹാദാ ഹുവ ശിർക്കുൽ അക്ബർ, അതിനാണ് ശിർക്ക് അക്ബർ എന്ന് പറയുക. മൻ ഫഅലഹു, വല്ലവനും ആ ശിർക്ക് ചെയ്താൽ ഫഇന്നഹു യകൂനു കാഫിറാ, അവൻ അത് വഴി കാഫിറായി. യകൂനു മുശ്രിക്കൻ, അവൻ മുശ്രിക്കായി. വകുല്ലു മുശ്രിക്കിൻ കാഫിർ, അങ്ങനെ മുശ്രിക്കായവനൊക്കെയും കാഫിറാണ്. മുശ്രിക്കായി പോയവനൊക്കെയും കാഫിറാണ്. കുല്ലു മുശ്രിക്കിൻ ഫഇന്നഹു കാഫിർ, എല്ലാ ഓരോ മുശ്രിക്കും കാഫിറാണ്. ഖാരിജുൻ അനിൽ മില്ലത്തി, ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് പുറത്തു പോയവനാകുന്നു. കണ്ടാ, ഇതാണ് ശിർക്ക് അക്ബർ എന്ന് പറഞ്ഞാൽ. ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്നു അമ്മ ശിർക്കുൽ അസ്ഗർ, ഇനി ശിർക്ക് അസ്ഗർ ചെറിയ ശിർക്കാണെങ്കിലോ അത് ഏതുപോലെയാണ്? കൽ ഹൽഫി ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്ത് പറയാ. മൊയ്തീൻ ശൈഖുകൾ തങ്ങളാണ് തന്നെ സത്യം, ബദരീകളാണേ സത്യം എന്ന് സത്യം ചെയ്ത് പറയാ. വ ഖൗലു മാ ഷാ അല്ലാഹു വശീത, ഒരാൾ പറയാണ് അല്ലാഹു വിചാരിച്ചതും നീ വിചാരിച്ചതും നടന്നു എന്ന് പറയാ, അതൊരു ശിർക്കാണ്. എന്നാൽ വഹുവ ശിർക്കുൻ അസ്ഗർ, ഇത് കൊടിയ ശിർക്കല്ല, ചെറിയ ശിർക്കാണ്. ലാ യുഖ്രിജു മിനൽ മില്ലത്തി, മില്ലത്തിൽ നിന്ന് പുറത്തു പോകില്ല, ഇസ്ലാമിക ഉമ്മത്തിൽ നിന്ന് പുറത്തു പോകുന്നതല്ല. ലാകിന്നഹു ഖതീറുൻ ജിദ്ദൻ, പക്ഷേ വളരെ അങ്ങേയറ്റം അപകടം പിടിച്ച ഒരു കുറ്റമാകുന്നു എന്ത്? ഈ ശിർക്ക് അസ്ഗർ ഉണ്ടാകുക എന്നുള്ളത്. വഹുവ മിൻ അക്ബറിൽ കബായിർ, കുറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതാണ്. ലാകിന്നഹു ലാ യുഖ്രിജുഹു മിനൽ മില്ലത്തി, എത്ര കുറ്റം എത്ര വലിയതാണെങ്കിലും ഇസ്ലാമിക മില്ലത്തിൽ നിന്ന് അയാൾ പുറത്തു പോകുന്നില്ല, അയാൾ മുസ്ലിം തന്നെയാണ്. പിന്നെയോ വമൻ താബ മിൻ ശിർക്കിൽ അസ്ഗറി അവി ശിർക്കിൽ അസ്ഗറി വമിൻ ജമീഅ ദുനൂബ്, ശിർക്ക് അസ്ഗറാകട്ടെ ശിർക്ക് അക്ബറാകട്ടെ ഏത് കുറ്റമാകട്ടെ അതിൽ നിന്ന് ഒരാൾ അള്ളാഹുവിനോട് തൗബ ചെയ്ത് കഴിഞ്ഞാൽ ഫഇന്നല്ലാഹ യതൂബു അലൈഹി, അള്ളാഹു അയാളുടെ തൗബ സ്വീകരിച്ചെന്ന് വരും. അപ്പൊ ഏത് പാപമാണെങ്കിലും തൗബ എന്ന് പറയുന്ന ഒരു സംഗതി അയാൾക്കുണ്ട്. അതേ അവസരം ഈ ശിർക്കിൽ ഒരാൾ വന്നാൽ, ശിർക്ക് അക്ബറിൽ ഒരാൾ വന്നാൽ അവൻ ഇസ്ലാമിക മില്ലത്തിന് പുറത്തു പോയവനായി. ശിർക്ക് അസ്ഗർ വന്നാൽ മില്ലത്തിന് പുറത്തു പോയില്ല, പക്ഷെ ഒരു പെരുംകുറ്റം ചെയ്തവനായി. ഇനി പറയാണ്, ഇനി അമ്മൽ ജഹിൽ, ഉദറുംബിൽ ജഹിലാണ് നമ്മുടെ വിഷയം. ഈ ജഹിലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഫലാ യുദറു ബിൽ ജഹിലി, ജഹില് കൊണ്ട് ഉദർ നൽകപ്പെടുകയില്ല. ഇല്ലാ മൻ കാന മുൻഖതിഅൻ അനിൽ ആലം, ലോകത്തിൽ നിന്നും മാറി താമസിക്കുന്ന, ലോകരിൽ നിന്നും മാറി താമസിക്കുക. ലാ യസിലു ഇലൈഹിൽ ഖബർ, എന്ന് വെച്ചാൽ അയാളിലേക്ക് യാതൊരു വിവരവും എത്തുന്നില്ല. ഏതോ മലയുടെ മേലെ ജീവിക്കുന്ന ആളുകളാണ്, ലോകവുമായോ മനുഷ്യന്മാരുമായോ ഒരു ബന്ധവും അവർക്കില്ല. വലാ യസ്മഉ ശൈഅൻ, ഒന്നും അയാൾക്ക് കേൾക്കുന്നില്ല. മുൻഅസിലുൻ അനിൽ ആലം, അയാൾ ലോകരിൽ നിന്ന് ഒക്കെയും അകന്ന് കഴിയുന്നവനാണ്. ലാ യസ്ലു ഇലൈഹിൽ ഖബർ, ആ അകന്ന് കഴിയുന്ന നാട്ടിലേക്ക് ഒരു വിവരവും എത്തുന്നില്ല. വലം യഅലം ബിബിസത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി നിയോഗിക്കപ്പെട്ട കാര്യം അയാൾ അറിയുന്നില്ല. വലം യബ്ലുഹു ശൈഉം അനിൽ ഇസ്ലാമി അബദ, ഇസ്ലാമിനെ കുറിച്ച് തന്നെ യാതൊരു വിവരവും അയാളിലേക്ക് എത്തുന്നില്ല. വഹാദാ യുഅ്ദറു ബിൽ ജഹൽ, അങ്ങനെയുള്ള ഒരാൾക്കാണ് എന്ത് കിട്ടുക? ജഹല്, വിവരമില്ലായ്മയുടെ, വിവരം എത്താത്തതിന്റെ ഉദിർ ഒരാൾക്ക് കിട്ടുക. ഇങ്ങനെ ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ മരിച്ചുപോയി കഴിഞ്ഞാലും അയാൾക്ക് വിവരം കിട്ടിയിട്ടില്ല എന്ന ഉദിർ അല്ലാഹു തആല അവർക്ക് കൊടുക്കും. എന്നാൽ അമ്മാമൻ യഈശു ഫീ ബിലാദിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ നാടുകളിൽ ജീവിക്കുന്ന ഒരുത്തൻ, വബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരുത്തൻ, വയഈസു ഫീ, അല്ലെങ്കിൽ വയഈസു ഫീ ബിലാദിൽ കുഫാർ, കാഫിറുകളുടെ നാട്ടിൽ ജീവിക്കുന്നവനാണ്. അതേ അവസരം വഹുവ യസ്മഉൽ ഖുർആൻ, അവൻ ഖുർആൻ കേൾക്കുന്നുണ്ട്. വയസ്മഉൽ ഹദീസ്, റസൂലുള്ളാഹിന്റെ ഹദീസുകൾ കേൾക്കുന്നുണ്ട്. വയഹ്ലുറുൻ നദ്വാത്ത്, മീറ്റിങ്ങുകൾ അതുപോലെ തന്നെ വലിയ വലിയ സമ്മേളനങ്ങളും പങ്കെടുക്കുന്നുണ്ട്. വദ്ദുറൂസ് ഇൻദൽ ഉലമ, പണ്ഡിതന്മാരുടെ ദർസുകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുന്ന ഒരാൾ അതോടുകൂടി തന്നെ വയസ്തമിറു അല ശിർക്കി, ശിർക്കിൽ അയാൾ തുടരുകയും ചെയ്യുന്നു. അല്ലാഹു അല്ലാത്തവർ ദുആ ചെയ്യുന്നു, മമ്പുറം തങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മടവൂർ ഔലിയാണ് ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഭാഗത്ത് തുടരുകയും എന്നാൽ ഇതൊന്നും ശരിയല്ല എന്നുള്ള ദഅവത്തും ഒക്കെ അയാൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ വഹാദാ ലൈസ ബിമഅദൂർ, അയാൾ ഒരിക്കലും ഉദറുള്ളവനല്ല. കണ്ടോ, അയാൾ ഒരിക്കലും ഉദറുള്ളവനല്ല. ലിഅന്നഹു ബലഗതുഹു അൽ ഹുജ്ജ, കാരണം ഇസ്ലാമിന്റെ തെളിവ് അയാൾക്ക് എത്തിയിട്ടുണ്ട്. ലിഅന്നഹു ബലഗഹു അദ്ദഅവ,
അയാൾക്ക് യഥാർത്ഥ ഇസ്ലാമിക ദഅവത്ത് എത്തിയിട്ടുണ്ട്. വഖാമത്ത് അലൈഹിൽ ഹുജ്ജ, അയാളുടെ മേൽ ഹുജ്ജത്ത് സ്ഥാപിതമായിട്ടുണ്ട്. ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ പറഞ്ഞതിന് എന്താ തെളിവ്? വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആൻ, എനിക്ക് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലി ഉൻദിറകും ബിഹി, ആ ഖുർആൻ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകാൻ. വമൻ ബലഗ, ആ ഖുർആൻ ആർക്കൊക്കെയാണോ എത്തിയത് അവർക്കും താക്കീത് നൽകാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖുർആൻ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും ആ ഖുർആൻ എത്തിയവരുണ്ട്. നമ്മക്കൊക്കെ ഖുർആൻ എത്തിയവരാണ്. ലോകത്ത് മുഴുവൻ ഖുർആൻ എത്തിയിട്ടുണ്ട്. ആ എത്തിയവർക്കുള്ള താക്കീതുവാണത്. എന്ന് വെച്ചാൽ ആ വിവരം, ഖുർആൻ എന്ന് പറയുന്ന സന്ദേശം ലോകത്ത് മുഴുവൻ ആളുകൾക്കും ലഭ്യമായിട്ടുണ്ട്. ആ ലഭ്യമായതോട് കൂടി തന്നെ, അതിനെപ്പറ്റി വിവരം ഒരാൾക്ക് കിട്ടിയോടുകൂടി തന്നെ അയാൾ ഉതിർ നീങ്ങി. വമൻ ബലഗഹുൽ ഖുർആൻ, ആർക്കാണ് ഖുർആൻ എത്തിയതെങ്കിൽ ഖാമത്ത് അലൈഹിൽ ഹുജ്ജ, ഹുജ്ജത്ത് അയാളുടെ മേൽ സ്ഥാപിതമായി. വലാ യുഅദറു ബിൽ ജഹൽ, അയാൾക്ക് ജഹലിന്റെ ഉതിർ, വിവരമില്ലായുടെ ഉതിർ പിന്നെ ലഭ്യമാവുകയില്ല. എത്ര കൃത്യമാണ് തെളിവ്, എത്ര വ്യക്തമാണ് ഫത്വ. ഈ ഫത്വകളൊന്നും എന്തേ യാസിർ ബിൻ ഹംസ കാണാത്തത്? അദ്ദേഹം എന്തേ 7-ാം നൂറ്റാണ്ടിൽ ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ല എഴുതിയ അത് തന്നെ പിടിക്കുന്നത് എന്താ? ആ കാലഘട്ടമാണോ ഇന്നത്തെ കാലഘട്ടം? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഖുർആൻ എത്താത്തവരായ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ? എത്രയോ സാധ്യതകളില്ലേ? അങ്ങനെയുള്ള സാധ്യതയുള്ള എത്താത്ത, വിവരമെത്താത്ത ഒരാളെ കുറിച്ച് ഒരുപക്ഷെ അയാൾക്ക് ഉദറും ബിൽ ജഹലുള്ളവനാണ് എന്ന് ആ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം ഈ ലോകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഉണ്ടെന്ന് കാണാൻ പറ്റൂല. കേരളത്തിലുണ്ടോ? കേരളത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഇവിടുത്തെ സമസ്തക്കാർ ഉദറിന് വല്ല അവകാശമുണ്ടോ? ഏത് തരത്തിലാണ് ഉദർ കിട്ടുക? ഇവിടെ ഒരു നൂറ്റാണ്ട് കാലഘട്ടമായി ഇസ്ലാഹി ദഅവത്ത്, തൗഹീദി ദഅവത്ത്, സുന്നത്തിലേക്ക് ദഅവത്ത് വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന നാടല്ലേ? ഒരുപാട് ഖണ്ഡനങ്ങളും മണ്ണനങ്ങളും വാദപ്രതിവാദങ്ങളും നടന്നിട്ടില്ലേ ഈ വിഷയത്തിൽ? ഈ വിവരങ്ങളൊക്കെയും എത്തിയിട്ടും ഈ നേതാക്കന്മാരായ ആളുകൾക്ക്, ഈ കാന്തപുരം അടക്കമുള്ള, ഈ ജിബ്രി മുത്തക്കോയ തങ്ങളടക്കമുള്ള അവർക്കൊന്നും ഇത് എത്തിയിട്ടില്ല. ജഹലുണ്ട്, ജഹലിലെ ഉതിരുള്ളവരാണ് എന്ന് പറയുന്ന നാണം വേണ്ടേ കുറച്ചൊക്കെ? ഇതൊക്കെ പറഞ്ഞു നടക്കുന്നവരായ ആളുകൾക്ക് തലിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അപകടകരമായ വാദം എത്രത്തോളം ഈ ഉമ്മത്തിന് ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് നിഷ്പക്ഷമതികളായ ആളുകൾ ചിന്തിച്ചോ? ഇവരെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഇവിടുത്തെ ഖുറാഫികൾ കൊണ്ടുപോകുന്നതിനേക്കാളും ഗുരുതരമായ ആപത്തിലേക്കാണ്. മനസ്സിലായില്ലേ? ഇനി ഈ സൂക്കാട് ആർക്കും കൂടിയുണ്ട്? നമ്മളെ സുബൈർ മൗലവിയുടെ ആളുകൾക്കും കൂടിയുണ്ട്. അവരും പറയുന്നത് ഇവർക്കൊക്കെ ഉദറും ബിൽ ജഹലുണ്ട് എന്നാ. നമ്മളെ നാട്ടിലെ പക്ക ഖുറാഫികൾക്ക് എന്തുണ്ട്? ഉദറും ബിൽ ജഹലുണ്ട് എന്നാ പറയുന്നത്. എന്നാൽ സാലിഹ് ഫൗസാൻ പറയുന്നതോ, ഈ കാര്യങ്ങളൊക്കെ ഒരാൾക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് ഉദറും ബിൽ ജഹലില്ല എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ഒരാൾ ശിർക്കിന്റെ അമൽ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാം ഒന്ന് പുറത്തുപോയി, ഇസ്ലാമിക മില്ലത്ത് പുറത്തുപോയി എന്നാ. ഇതാണ് ആലിമീങ്ങൾ പറയുന്നത്. അപ്പൊ ആലിമീങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും സ്വീകരിക്കാതെ തന്നിഷ്ടപ്രകാരം അവന്റെ സൗകര്യത്തിനനുസരിച്ച് ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്ന ഈ കക്ഷികൾക്കൊക്കെ, ഈ പറഞ്ഞവർക്കൊക്കെ ഉള്ള മറുപടിയാണ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് വ തവല്ലാഹ്. ഇമ്മാരി ആലിമീങ്ങളാണ് ലോകത്ത് വേണ്ടത്. ഇത്തരം ആലിമീങ്ങൾ കുറ്റിയേറ്റ് പോകുന്നത് കൊണ്ടാണ് യാസിർ ബിൻ ഹംസയെ പോലെയുള്ള ആളുകൾ വലിയ ശൈഖമാരായി അവതരിക്കുകയും എന്നിട്ട് ആളുകളെ ദലാലത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കയ്യിലൊക്കെ ഉള്ളത് ഖുബൂരിസവും ഈ ഇഖ്വാനിസവും ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അത്യാവശ്യം നിങ്ങൾക്കൊക്കെ എവിടെ നിന്ന് എന്തോ കിട്ടിപ്പോയിട്ടോ സംശയമുണ്ട്. ഈ ഷീഇസത്തിൻ്റെയും ആശയങ്ങളൊക്കെ അഹ്ലുസുന്നത്തിൻ്റെ ഇടയിൽ കുത്തിച്ചെലുത്താൻ വേണ്ടി എന്തോ അച്ചാരം നിങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തുണ്ടല്ലോ, നിങ്ങൾ അതിനെ അനുവദിക്കൂല. അത്രയും നമ്മൾ തൽക്കാലം ഇപ്പോൾ പറയാനുള്ളൂ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഇത്തരം ലലാലത്തിൻ്റെ ആളുകളിൽ നിന്ന് ഈ ഉമ്മത്തിന് എല്ലാവിധ സംരക്ഷണവും സുരക്ഷിതത്വവും നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.